നമസ്കാരം. നിക്കോളാസ് മഡുറോ ആണ് വെനസ്വേലൻ പ്രസിഡന്റ്, വെനസ്വേലയുടെ പരമാധികാരി. എന്നാൽ വെനസ്വേലൻ പ്രസിഡന്റിനെ അമേരിക്ക തട്ടിക്കൊണ്ടുപോയി. ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ്, ഔദ്യോഗികമായി ഞങ്ങൾ അയാളെ തട്ടിക്കൊണ്ടുപോയി എന്ന് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്? ഒരു രാജ്യത്തിൻ്റെ, ഒരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ അധികാരത്തിന് അപ്പുറത്തേക്ക് കടന്നു കയറി ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ തട്ടിക്കൊണ്ടുപോവാണ്. തട്ടിക്കൊണ്ടുപോകുന്നതിന് മുന്നേ ആ നാട്ടിൽ മുഴുവൻ മയക്കുമരുന്നാണ്, ഞങ്ങളത് വേട്ടയാടുന്നുണ്ട്, ആ നാട് കയറി ആക്രമിക്കുകയാണ്. എന്താണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് നയിക്കുന്നത്? ഇങ്ങനെയൊരു തെമ്മാടി രാഷ്ട്രത്തലവനായി ട്രംപ് മാറുന്നത് എന്തുകൊണ്ടാണ്? ഈ സാഹചര്യം തികച്ചും ആശങ്കാജനകമായ ലോക സാഹചര്യമാണ്. ആ വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആദ്യം നമുക്ക് ഇന്ത്യയിൽ നിന്ന് തുടങ്ങാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നരേന്ദ്രമോദി മൂന്നാമതും ഭരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയുടെ എതിർ രാജ്യം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു രാജ്യം വന്നിട്ട്, ഇന്ത്യയോട് ശത്രുതയുള്ള ഒരു രാജ്യം വന്നിട്ട് നരേന്ദ്രമോദിയെ തട്ടിക്കൊണ്ടുപോകാണെന്ന് വെച്ചോ. ഇപ്പോൾ ചൈനയാണല്ലോ എപ്പോഴും നമ്മൾ അപ്പുറത്ത് കാണുന്നത്. ചൈന പറയാണ് ന്യൂഡൽഹി ആക്രമിച്ച് മോദിയും അമിത്ഷായെയും ഒക്കെ പിടിച്ചുകൊണ്ട് പോകുന്നതായിരിക്കാം, മൂന്നാമതും ഭരിക്കേണ്ട, ഇവിടെ കംപ്ലീറ്റ് ഹിന്ദുത്വവാദികളെ കൊണ്ട് രക്ഷയില്ലാത്ത നാടായി മാറി, നമ്മൾ തട്ടിക്കൊണ്ടുപോകാണെന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ടുപോയിട്ട് ഇവിടെ വേറൊരാളെ ഭരിക്കാൻ ഏൽപ്പിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ജനാധിപത്യത്തിൻ്റെയും ലോക സമാധാനത്തിൻ്റെയും വക്താക്കൾ എന്ന് പറയുന്ന അമേരിക്ക വെനസ്വേലയിൽ ചെയ്തത് അതാണ്. ആ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യത്തിൻ്റെ അധികാര നേതാവിനെ തട്ടിക്കൊണ്ടുപോയി അധികാരം ഇല്ലാതാക്കപ്പെട്ട് അവിടെ ആ രാജ്യത്തെ നിസ്സഹായമാക്കി തങ്ങളുടെ ശക്തി അവിടെ പ്രയോഗിക്കുകയാണ്. കഴിഞ്ഞ വർഷം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടുന്നതിനായി ലോകത്ത് മറ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും യുദ്ധങ്ങളും ഇടപെട്ട് അവസാനിപ്പിക്കുന്നതിന് ഓട്ടപ്പാച്ചിൽ പാഞ്ഞ് ഞാൻ ഭയങ്കരനാണെന്ന് പ്രഖ്യാപിച്ച ട്രംപ്, എന്നാൽ സമാധാനം വെനസ്വേലൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോ കൊണ്ടുപോവുകയും ചെയ്തു. ഇതോടെ സമാധാന ശ്രമങ്ങൾ ചെറുതായി എന്ന് പലപ്പോഴും പറഞ്ഞിരുന്നു. ട്രംപ് തന്നെ അത് കുറച്ചിരുന്നു. എന്നാൽ ട്രംപിൻ്റെ ആരാധകർ നിരന്തരമായി ഇത് ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ ഈ സമാധാന ശ്രമം എന്നത് മറ്റു രാജ്യങ്ങളുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. സ്വന്തം കാര്യം വരുമ്പോൾ സമാധാനം പോയിട്ട് സാമാന്യ നീതി പോലും ലഭ്യമാക്കാൻ താൻ ഉത്തരവാദപ്പെട്ടയാളല്ല എന്ന് ഈ അധികാരത്തിൻ്റെ ഭ്രാന്ത് പിടിച്ച ട്രംപ് പ്രഖ്യാപിക്കുകയാണ്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന പഴയ ലൈൻ ഇത് തന്നെയാണ് തൻ്റെ ഈ പോളിസി എന്ന് ട്രംപ് വീണ്ടും വ്യക്തമാക്കുകയാണ്. ഇറാനിൽ അതിൻ്റെ പരമാധികാരത്തിന് മേൽ കടന്നു കയറി ആക്രമണം നടത്തിയ ട്രംപും അമേരിക്കയും, അത് കഴിഞ്ഞ് ഖത്തറിൽ ആക്രമണം നടത്തിയ ട്രംപ്, ഇപ്പോൾ ഈ സാഹചര്യത്തിൽ വെനസ്വേലയിൽ അമേരിക്ക ആക്രമണം നടത്തിയ അവിടുത്തെ പ്രസിഡന്റിനെ തന്നെ തട്ടിക്കൊണ്ടുപോയി. എന്താണ് ഇതിൻ്റെ പശ്ചാത്തലമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അമേരിക്കയും വെനസ്വേലയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചരിത്രപരമായി തന്നെ സങ്കീർണമാണ്. ഇത് അമേരിക്കൻ ഇടപെടലുകളുടെയും വെനസ്വേലൻ സ്വാതന്ത്ര്യത്തിൻ്റെയും പോരാട്ടം തമ്മിലുള്ള സംഘർഷമായിട്ടാണ് കാണുന്നത്. ആദ്യത്തെ കാര്യം, ഒന്നാമത്തേത് അതിൻ്റെ പശ്ചാത്തലമാണ്. വെനസ്വേലൻ അമേരിക്കൻ ബന്ധങ്ങളിലെ ആധുനിക പ്രശ്നങ്ങൾ ഏറ്റവും ഒടുവിൽ 1999 ഹ്യൂഗോ ഷാവേസിൻ്റെ ഭരണത്തോടെയാണ് സങ്കീർണമാവുന്നത്. ഷാവേസ് സോഷ്യലിസ്റ്റ് നയങ്ങൾ നടപ്പാക്കി, ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവ നിലപാട് എടുത്തു, എണ്ണ വ്യവസായത്തെ ദേശസാൽക്കരിച്ചു. അങ്ങനെ അമേരിക്കൻ കമ്പനി അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു. ഇത് അമേരിക്കയെ പ്രകോപിപ്പിച്ചു. ഇത് അമേരിക്കയുടെ എണ്ണ ആശ്രിതത്വത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു. വെനസ്വേല ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശേഖരമുള്ള രാജ്യമാണ്. അവിടെ തങ്ങൾക്കൊരു സ്വാധീനവും ഇല്ലാതിരിക്കുന്നു എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. അമേരിക്കയിലും സൗദിയിലും എല്ലാം എണ്ണ ആ രാജ്യത്തിൻ്റെ ആണെങ്കിലും അത് കൂടുതലും ക്രയവിക്രയം ചെയ്യുന്നതിൽ അമേരിക്കൻ കമ്പനികൾക്ക് വലിയ പങ്കുണ്ട്. വെനസ്വേല ഇതിന് സമ്മതിച്ചില്ല. ആ രാജ്യത്ത് ദേശസാൽക്കരണം നടത്തി എണ്ണ ഖനനത്തിൻ്റെ കാര്യത്തിൽ. ഇതോടെ അമേരിക്കൻ ഭരണകൂടങ്ങൾ ഓരോന്നും ഷാവേസിനെ ഒരു ഭീഷണിയായി കണ്ടു. തങ്ങളുടെ ആധിപത്യത്തിന് മേലുള്ള ഒരു തിരിച്ചടിയായി അവർ നിരന്തരം അത് അനുഭവിച്ചു. ഇന്നുണ്ടായ പോലെ ഒരു അട്ടിമറി ശ്രമം 2002 വെനസ്വേലയിൽ ഉണ്ടാകാനുള്ള കാരണവും ഇതായിരുന്നു. അത് ഷാവേസ് ഫലപ്രദമായി നേരിട്ടു. ആ അട്ടിമറി ശ്രമത്തിൽ അമേരിക്കയ്ക്ക് നേരിട്ട് പങ്കുണ്ട് എന്ന് പിന്നീട് പല രീതിയിൽ തെളിവുകളും ഒക്കെ പുറത്തു വന്നതാണ്. എന്നാൽ 2013 ഷാവേസിൻ്റെ മരണത്തിന് ശേഷം നിക്കോളാസ് മഡുറോ ഭരണം ഏറ്റെടുത്തു. അമേരിക്ക ഇതോടെ വലിയ ഉപരോധങ്ങൾ ചുമത്താൻ തുടങ്ങിയിരുന്നു. വെനസ്വേലയുടെ അതിശക്തനായ ഭരണാധികാരിയുടെ അഭാവത്തിൽ മഡുറോയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് അമേരിക്ക കരുതി. ഇതിനെ തുടർന്ന് മഡുറോയുടെ കീഴിൽ വെനസ്വേലയിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി. അമേരിക്കയുടെ സ്വാധീനം, അമേരിക്ക നടത്തിയ ഇടപെടൽ, നേരിട്ടും അല്ലാതെയും നടത്തിയ ഉപരോധങ്ങളൊക്കെ, വൻതോതിലുള്ള പണപ്പെരുപ്പം, ഭക്ഷണക്ഷാമം, മൈഗ്രേഷൻ, ഇങ്ങനെ വലിയ പ്രതിസന്ധികളിലൂടെ ആ രാജ്യം കടന്നുപോയി. ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപം ഇപ്പോഴും കൈവശമുള്ള രാജ്യമാണ് അമേരിക്ക.
ആ പ്രതിസന്ധിയെ അവർക്ക് തരണം ചെയ്യാൻ വളരെ എളുപ്പത്തിൽ കഴിയും. അമേരിക്ക വെനസ്വേലയിലെ സാമ്പത്തിക പ്രതിസന്ധിയെ മനുഷ്യാവകാശ ലംഘനമായി ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ച് വിശേഷിപ്പിച്ചു. എന്നാൽ യാഥാർത്ഥ്യം അമേരിക്കൻ ഉപരോധങ്ങളാണ് പ്രതിസന്ധി വർദ്ധിപ്പിച്ചത് എന്നുള്ളതാണ്. 2019 നടന്ന തെരഞ്ഞെടുപ്പിൽ മഡുറോ വിജയിച്ചുവെങ്കിലും പ്രതിപക്ഷ നേതാവായ ജുവാൻ ഗൈഡോയെയാണ് അമേരിക്ക അംഗീകരിച്ചത്. പക്ഷേ സൈന്യത്തിൻ്റെ സഹായത്തോടെ മഡുറോ തന്നെ തുടർന്നു. ഈ ഇടപെടലുകൾ മുതൽ അമേരിക്ക വെനസ്വേലയിൽ ആഭ്യന്തരമായി ഭരണ നേതൃത്വത്തിൻ്റെ മാറ്റത്തിന് ശ്രമിച്ചു വരികയായിരുന്നു. വെനസ്വേലയിലെ ഭരണ നേതൃത്വത്തിൻ്റെ ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുകൾ മൂലമാണ് അമേരിക്കയ്ക്ക് വെനസ്വേല ശത്രുവായി മാറിയത്. അതുപോലെ വെനസ്വേലയുടെ ചൈനയും റഷ്യയുമായുള്ള ബന്ധങ്ങൾ അതും അമേരിക്കയ്ക്ക് ദഹിച്ചില്ല. സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾക്കായി മറ്റ് രാജ്യങ്ങളുടെ പരമാധികാരം അതിന്മേൽ കടന്നു കയറുന്നത് അമേരിക്ക ആദ്യമൊന്നുമല്ലല്ലോ, അത് നമുക്കറിയാവുന്നതാണല്ലോ. ഇതാണ് പശ്ചാത്തലം. രണ്ടാമത്തെ കാര്യം ഇപ്പോഴത്തെ സാഹചര്യമാണ്. ഇപ്പോഴത്തെ പ്രശ്നത്തിൻ്റെ സാഹചര്യം 2024 തെരഞ്ഞെടുപ്പാണ്. ഇത്തവണയും മഡുറോ വിജയിച്ചു. രാജ്യത്ത് പ്രഖ്യാപനം വന്നു, അദ്ദേഹം പ്രസിഡന്റായി. എന്നാൽ പ്രതിപക്ഷ നേതാവ് എഡ്മുണ്ടോ ഗോൺസാലസ് തെരഞ്ഞെടുപ്പ് തട്ടിപ്പാണെന്ന് ആരോപിച്ചു. ഇതോടെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തെരഞ്ഞെടുപ്പിനെ അംഗീകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. 2019 ജുവാൻ ഗൈഡോയെ അംഗീകരിച്ചതുപോലെ ഇത്തവണയും മഡുറോയെ നിയമവിരുദ്ധനായി കണക്കാക്കി അമേരിക്കൻ ഭരണകൂടം. പ്രതിപക്ഷത്തെ അംഗീകരിച്ചു. ഇന്ത്യയിൽ ഇപ്പം മോഡിനെ അംഗീകരിക്കാതെ രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രി, അവരെയാണ് നമ്മൾ അംഗീകരിക്കുന്നത് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അമേരിക്ക പറഞ്ഞിട്ട് എന്നിട്ട് ഇവിടെ വന്നിട്ട് മോദിനും തട്ടിക്കൊണ്ടുപോയാൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ തുടക്കത്തിൽ ചോദിച്ചില്ലേ, സമാന സ്ഥിതിയാണ്. അവിടുത്തെ തെരഞ്ഞെടുപ്പ് അവിടുത്തെ നിയമപ്രകാരം അവിടുത്തെ ജനാധിപത്യ പ്രകാരം നടക്കുന്നുണ്ട്. പക്ഷേ അമേരിക്ക അത് അംഗീകരിക്കില്ല. ഞങ്ങൾ പറഞ്ഞ് ഇതേ ആളാണ് പ്രധാനമന്ത്രി, അയാളെല്ലാം നിയമവിരുദ്ധനാണെന്നാണ്. അങ്ങനെ നിലവിലുണ്ടായിരുന്ന ഉപരോധങ്ങൾ അവർ കടുപ്പിച്ചു. പിന്നാലെ വെനസ്വേല മയക്കുമരുന്നിന് പ്രോത്സാഹിപ്പിക്കുന്നു, അവിടെ ഭയങ്കരമായി കടത്ത് നടക്കുന്നു എന്ന് ആരോപിച്ച് മഡുറോയുടെ കുടുംബം, സൈനിക നേതാക്കൾ എന്നിവരെ ലക്ഷ്യമിട്ട് സൈനിക നടപടികൾ ആരംഭിച്ചു. മഡുറോയുടെ അറസ്റ്റിന് $50 ബില്യൺ അവാർഡ് പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര സമൂഹം ഇതിനെ മയക്കുമരുന്ന് തടയൽ എന്ന മറയിൽ നടന്ന സാമ്പത്തിക യുദ്ധം ആയി തന്നെ കണ്ടിരുന്നു. പ്രതിഷേധങ്ങൾ വലിയ തോതിൽ ഉയർന്നിരുന്നു. പ്രധാന ലക്ഷ്യം വെനസ്വേലയുടെ എണ്ണ നിക്ഷേപം തന്നെയായിരുന്നു. അത് കവർന്നെടുക്കുക എന്നുള്ള അമേരിക്കയുടെ ദുരുദ്ദേശം. ഉപരോധത്തിന് പിന്നാലെ അമേരിക്ക വെനസ്വേലൻ എണ്ണ കയറ്റുമതി തടസ്സപ്പെടുത്തി. അവിടെ നിന്ന് പുറത്തേക്ക് കയറ്റുമതി ചെയ്യുന്നത് തടസ്സപ്പെടുത്തി. ടാങ്കറുകൾ പിടിച്ചെടുക്കുക, കൊള്ളക്കാർ പച്ചക്ക് ചെയ്യുന്ന കാര്യം അമേരിക്ക വെനസ്വേലയുടെ മേൽ ചെയ്തു. ഇങ്ങനെ പല രീതിയിൽ വെനസ്വേലയിലേക്ക് സാമ്പത്തിക വരവ് നിലയ്ക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും, വെനസ്വേലയിൽ നിന്ന് എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാഷ്ട്രങ്ങളിലേക്കുള്ള വഴികൾ അടക്കുകയും വഴിയിൽ വെച്ച് ടാങ്കറുകൾ പിടിച്ചെടുക്കുക, കൈകാര്യം ചെയ്യുക, ഇതുതന്നെയാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരുന്നത്. അമേരിക്കൻ എണ്ണ കമ്പനിയായ ഷെവ്രോണിന് പരിമിത ലൈസൻസ് നൽകിയെങ്കിലും പണം മഡുറോയ്ക്ക് എത്താതിരിക്കാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇത് വെനസ്വേലയുടെ സമ്പദ് വ്യവസ്ഥയെ തകർത്തു. ദാരിദ്ര്യം, സാമ്പത്തിക അസ്ഥിരതയൊക്കെ വർദ്ധിപ്പിച്ചു. അമേരിക്ക വെനസ്വേലൻ സോഷ്യലിസ്റ്റ് നയത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭീഷണിയായി തന്നെ കാണുകയായിരുന്നു. ചൈനയോടുള്ള വ്യാപാര യുദ്ധം, റഷ്യയോടുള്ള ഉപരോധങ്ങൾ എല്ലാം ഇതിൻ്റെ ഭാഗമായി വന്നതോടെ പ്രശ്നം സങ്കീർണമായി. മൂന്നാമത്തേത് നിലവിലെ അവസ്ഥയാണ്. ഏറ്റവും ഒടുവിൽ 2025 തന്നെ അമേരിക്ക സൈനിക എസ്കലേഷൻ തുടങ്ങിയിരുന്നു. കരീബിയൻ കടലിൽ 15,000 സൈനികരെ വിന്യസിച്ചു. മയക്കുമരുന്ന് ബോട്ടുകൾ ആക്രമിച്ചു. പിന്നാലെ 2025 ഡിസംബറിൽ ആദ്യമായി വെനസ്വേലൻ തുറമുഖങ്ങളെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തി. അവിടെയൊക്കെ മയക്കുമരുന്നാന്ന് പറഞ്ഞ് വെനസ്വേലയിൽ ഫുൾ ആക്രമണം നടത്തി. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് 2026 ഈ വർഷം തുടങ്ങിയ ആദ്യത്തെ 3-ാം ദിവസം കാരാക്കസിൽ വമ്പൻ ആക്രമണം നടത്തിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെനസ്വേലയിൽ ആക്രമണം നടത്തിയതായി സ്ഥിരീകരിക്കുകയും ചെയ്തു. ഒടുവിൽ അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, മഡുറോയെയും ഭാര്യയെയും പിടികൂടി രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി എന്ന് അദ്ദേഹം പരസ്യമായി അവകാശപ്പെട്ടിരിക്കുകയാണ്. വെനസ്വേലൻ പ്രതിരോധ മന്ത്രി വ്ളാഡിമിർ പുതിനോ ലോപ്പസ് അമേരിക്കൻ ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സൈനിക കേന്ദ്രീകരണം അവരുടെ തിരിച്ചടിക്കുള്ള അല്ലെങ്കിൽ പ്രതിരോധിക്കാനുള്ള സാധ്യതകളെ ആരായുകയും ചെയ്തു. അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. രാജ്യത്ത് അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു. ഇതിനിടയിൽ വെനസ്വേല UN സെക്യൂരിറ്റി കൗൺസിലിനെ സമീപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്യൂബൻ പ്രസിഡന്റ് മിഗ്വൽ ഡയസ് ഈ ആക്രമണത്തെ ക്രിമിനൽ അറ്റാക്ക് എന്ന് വിശേഷിപ്പിച്ചു. സ്റ്റേറ്റ് ടെററിസം എന്ന് അവർ ആരോപിച്ചു. ഇറാൻ UN ചാർട്ടർ ലംഘനം എന്ന് ആരോപിച്ച് ഇറാനും രംഗത്തെത്തി. നോ കോൾഡ് വാർ സംഘടന ആക്രമണത്തെ UN ചാർട്ടർ ലംഘനമായി ചിത്രീകരിച്ച് അവർ വിമർശിച്ചു. എണ്ണയ്ക്ക് വേണ്ടിയുള്ള യുദ്ധം എന്ന് അവർ ഇതിനെ വ്യക്തമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അമേരിക്ക മയക്കുമരുന്ന് തടയൽ എന്ന വ്യാഖ്യാനം നൽകി ഇതിനെ ന്യായീകരിക്കാൻ, മാന്യമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ കാരണം പകൽ പോലെ ലോകത്തിനു മുന്നിൽ വ്യക്തമാണ്. ഇനി നാലാമത്തെ കാര്യം,
എന്താണ് ഭാവിയിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഭാവി വെനസ്വേലയെ സംബന്ധിച്ച് അനിശ്ചിതമാണ്. വെനസ്വേലയുടെ അടിവേരിറക്കുന്ന ആക്രമണമാണ് കഴിഞ്ഞ മാസങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത്. സാമ്പത്തിക അസ്ഥിരത അങ്ങേ അറ്റത്തേക്ക് എത്തിയിരിക്കുന്നു. മഡുറോയുടെ പിടിച്ചെടുക്കൽ കൂടി സ്ഥിരീകരിച്ചാൽ വെനസ്വേലയിൽ അധികാര ശൂന്യത തന്നെ ഉണ്ടാകും. മുന്നോട്ട് പോകുന്നത് എങ്ങനെയെന്നത് സംബന്ധിച്ച് അസ്ഥിരത സാഹചര്യം സൃഷ്ടിക്കപ്പെടും. പ്രതിപക്ഷം കഴിഞ്ഞ വർഷത്തെ സമാധാന നൊബേൽ സമ്മാന ജേതാവ് മരിയ കുറീന മച്ചോഡോ ഭരണം ഏറ്റെടുക്കണം എന്നാവശ്യപ്പെടുന്നുണ്ട്. അമേരിക്കയ്ക്കും സ്വീകാര്യമാണ്. ഒരുപക്ഷെ നൊബേൽ സമ്മാനം മച്ചാഡോക്ക് നൽകിയത് തന്നെ വെനസ്വേലയിൽ അസ്ഥിരതയെ മുതലെടുക്കാൻ വേണ്ടിയാണ് എന്ന് അന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്നതാണ്. അമേരിക്കയ്ക്കും ഇത് താല്പര്യമുള്ള കാര്യമാണ്. ട്രംപിന് നൊബേൽ സമ്മാനം കിട്ടിയില്ലെങ്കിലും മച്ചാഡോക്ക് നൊബേൽ കൊടുത്തത് അമേരിക്കയെ സംബന്ധിച്ച് വെനസ്വേലയിൽ മേലുള്ള കടന്നുകയറ്റവും അധികാര സ്ഥാപനത്തിനും വേണ്ടിയുള്ള ഒരു മാർഗം കൂടിയായി മാറിയിട്ടുണ്ട്. എന്നാൽ ജനങ്ങളും നിലവിലെ സർക്കാരിനെ പിന്തുണക്കുന്ന ആളുകളും എതിർക്കും. കാരണം അവിടുത്തെ ജനകീയമായ പിന്തുണയോടുകൂടിയാണ് അവിടെ മഡുറോ സർക്കാർ അധികാരത്തിൽ എത്തിയത്. സൈനിക പ്രതിരോധം ഗറില്ല യുദ്ധത്തിലേക്ക് നയിക്കുന്ന സാഹചര്യം വരെ ഉണ്ടാകാം. അവിടുത്തെ പട്ടാളം തിരിച്ചടിക്കാൻ ആരംഭിച്ചാൽ അമേരിക്കൻ സൈനികമായ അല്ലെങ്കിലും ഇടപെടൽ വിപുലമാക്കാനാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള സാധ്യത. അവർക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്, വലിയ സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. വെനസ്വേലയ്ക്ക് മേലെയും വെനസ്വേലയിലെ എണ്ണ നിക്ഷേപത്തിന് മേലെയും കണ്ണുണ്ട്. വെനസ്വേലൻ ജനത മുമ്പ് വിയറ്റ്നാമും ക്യൂബയും ചെയ്ത പോലെ പ്രതിരോധിക്കാനാണ് തീരുമാനിക്കുന്നത് എങ്കിൽ ലോകത്ത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെട്ടേക്കും. ചൈനയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങളുടെ നിലപാടും പ്രധാനമാണ്. ഇപ്പോൾ അമേരിക്ക എടുത്ത ഈ നടപടിക്കെതിരെ ഇറാനും ക്യൂബയുമാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഇറാനിൽ ആഭ്യന്തരമായും ഒരുപക്ഷെ അമേരിക്കയുടെ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ പ്രതിസന്ധിക്ക് ശേഷം ഇറാനിൽ പ്രതിസന്ധി സാമ്പത്തികമായി അസ്ഥിരത ഉണ്ടാകുന്നുണ്ട്. അതും അമേരിക്കയുടെ ഉപരോധം യൂറോപ്യൻ രാജ്യങ്ങളടക്കമുള്ള രാജ്യങ്ങളുടെ നേതൃത്വത്തിലുള്ള ഉപരോധം ശക്തമാക്കിയതിന് ശേഷം ഇറാനിലുണ്ടായ അസ്ഥിരതയാണ്. ഇറാനാണ് ഇപ്പോൾ എതിർത്ത് രംഗത്ത് വന്നിട്ടുള്ളത്. ഇനി ചൈനയും റഷ്യയും എന്തായിരിക്കും നിലപാട് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ വെനസ്വേലയുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റത്തിനെതിരെയുള്ള സ്വാഭാവിക പ്രതികരണം ഉയർന്നു വരുന്നതേ ഉള്ളൂ. സാമ്പത്തികമായി എണ്ണവില ഉയരും, ഗ്ലോബൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും, കൂടുതൽ മൈഗ്രേഷൻ ഉണ്ടാകും. ഇങ്ങനെ പലവിധ ദുരന്ത സാധ്യതകളും നമ്മുടെ മുമ്പിലുണ്ട്. അമേരിക്ക കുറേ നാളുകൾ സമാധാനത്തിൻ്റെ പേരും പറഞ്ഞ് ലോകത്തിന് മുന്നിൽ മേനി നടിച്ചിരുന്നുവെങ്കിലും തനിനിറം പുറത്താവുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇറാനും ഖത്തറും കഴിഞ്ഞ് വെനസ്വേലയിൽ നടത്തിയ ഈ ക്രൂരമായ അധിനിവേശത്തിൻ്റെ കടന്നാക്രമണത്തിൻ്റെ ചിത്രം ലോകത്തിന് മുന്നിൽ നിൽക്കുകയാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ പ്രതികരണം എന്താകും എന്നുള്ളതും ലോകം ഉറ്റുനോക്കുകയാണ്. ഇന്ത്യയെ ഇതുവരെയുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങളെല്ലാം മാറ്റി അമേരിക്കൻ ചേരിയിലെത്തിക്കാൻ മോദി ശ്രമിച്ചപ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷം അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ നൽകിയ മുന്നറിയിപ്പുകൾ വസ്തുതാപരമാണ് എന്ന് തെളിയുകയാണ്. വെനസ്വേലൻ ആക്രമണത്തിലൂടെ അത് ട്രംപ് ഒരിക്കൽ കൂടി ആവർത്തിച്ചിരിക്കുകയാണ്. ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ച് സാമ്പത്തികമായി ഉപരോധം ഏർപ്പെടുത്തി സാമ്പത്തിക ആക്രമണം തന്നെ നടത്താൻ തീരുമാനിച്ച സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. നികുതി കൊള്ളയിലൂടെ ഇത് കേവലമായൊരു നീക്കം മാത്രമായിരുന്നില്ല. മോദിയുടെ മൈ ഫ്രണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ കണ്ണിൽ ചോരയില്ലാത്ത നിലപാടുകൾ അവരുടെ ആവശ്യത്തിന് എടുക്കും എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. നിലവിൽ അമേരിക്കയ്ക്കപ്പുറം റഷ്യയും ചൈനയുമായി ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുന്നതിനാൽ ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് ലോകവേദികളിൽ എടുക്കാൻ ഇന്ത്യക്ക് കഴിയും. കാരണം ഇന്ത്യ കരുത്തുള്ള രാജ്യമാണ്. മോദി അതിന് തയ്യാറാവുമോ എന്നതാണ് നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ചോദ്യം. നിലവിൽ അമേരിക്കൻ ആക്രമണത്തെക്കുറിച്ച് ഇന്ത്യ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടും ഇല്ല. എന്തായാലും ആധുനിക സമൂഹത്തിൽ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കടന്നു കയറുന്ന ഏതൊരു നീക്കവും പ്രാകൃതമാണ് എന്നത് വസ്തുതാപരമാണ്. അത് എതിർക്കപ്പെടേണ്ടതുമാണ്. ഇസ്രായേൽ പലസ്തീനിൽ നടത്തുന്നതായാലും അമേരിക്ക ഇപ്പോൾ വെനസ്വേലയിൽ നടത്തുന്നതായാലും റഷ്യ യുക്രൈനുമേൽ നടത്തിക്കൊണ്ടിരിക്കുന്നതായാലും ഒക്കെ. എന്നാൽ ലോകത്തിന് സമാധാനത്തിന് ആഹ്വാനം ചെയ്യുകയും തർക്കങ്ങളുള്ള രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന അമേരിക്ക തങ്ങളുടെ കച്ചവട താല്പര്യത്തിന് വേണ്ടി സമാധാന നാടകമൊക്കെ കാപട്യമാണ് എന്ന് വീണ്ടും ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ചരിത്രത്തിൽ എല്ലാ കാലത്തും അമേരിക്ക സ്വീകരിച്ച നയം പോലെ തന്നെ. എന്തായാലും തുടർ സംഭവങ്ങൾ ഏതൊക്കെ മട്ടിൽ വരും എന്ന് കാത്തിരിക്കാം. അധികാരം, വിഭവങ്ങൾ, ആശയങ്ങൾ എന്നിവയുടെ പേരിലുള്ള സംഘർഷങ്ങൾ, അതിനുമേൽ സ്വന്തം രാജ്യത്ത് നിന്ന് ഇതിനെതിരെ പ്രതിരോധിച്ച് നിൽക്കേണ്ട മനുഷ്യൻ്റെ മനസാക്ഷിയുടെ പിന്തുണ ആവശ്യപ്പെടുന്ന വെനസ്വേലയുടെ ജനതയും ഭരണ നേതൃത്വവും. ഇവിടെ നിങ്ങൾക്ക് രണ്ട് നിലപാടുകളിൽ ഒന്ന് മാത്രമേ തിരഞ്ഞെടുക്കാൻ പറ്റൂ. അത് വെനസ്വേലയ്ക്കൊപ്പമാണെങ്കിൽ അത്, അല്ലെങ്കിൽ അതിക്രമിച്ച് മറ്റൊരു രാജ്യത്തിൽ കടന്നാക്രമിച്ച് കടന്നു കയറി നടത്തുന്ന തെമ്മാടിത്തത്തിനൊപ്പമാണെങ്കിൽ അത്. നന്ദി, നമസ്കാരം.